Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിംഗ്. ഓപ്പറേഷൻ കമല മാതൃകയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലും കുതിരക്കച്ചവടം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൂറുമാറി LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ ലീഗ് സ്വതന്ത്രനായി ജയിച്ച AU ജാഫർ അരക്കോടി വാങ്ങിയെന്നാണ് UDFന്റെ ആരോപണം CPM നിഷേധിക്കുമ്പോഴും ജാഫറിന്റെ വോട്ട് UDF സ്ഥാനാർത്ഥി PI ഷാനവാസിന് ലഭിച്ചിട്ടില്ല. പകരം ലഭിച്ചതോ LDF സ്ഥാനാർത്ഥി KV നഫീസയ്ക്ക്. മാത്രവുമല്ല, വോട്ട് ചെയ്തതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷം നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ഇതേ ജാഫർ വന്നിട്ടില്ല. അതോടുകൂടി വൈസ് പ്രസിഡന്റ് സ്ഥാനവും UDFന് ലഭിക്കേണ്ടിയിരുന്നത് LDFന് പോയി. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ജാഫർ വോട്ട് മാറ്റി ചെയ്തത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. തീർന്നില്ല, ജാഫർ അതിനുശേഷം രാജിവെക്കുകയും ചെയ്തു. കരുവന്നൂർ ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണം തുടങ്ങിയ വിവാദങ്ങൾ ഒട്ടേറെ നടന്ന ഈ ഭൂമിയിൽ നടന്നത് ഉത്തരേന്ത്യൻ മാതൃകയിലുള്ള കോഴ വാങ്ങിയ കാലുമാറലാണോ എന്നതാണ് പ്രധാന ചോദ്യം. അതിഥികളായി CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, കോൺഗ്രസ് പ്രതിനിധിയും പഞ്ചായത്ത് പ്രസിഡന്റുമായ അനിലക്കര, നിരീക്ഷകനായ ജോർജ് പൊടിപ്പാറ, കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് A മുസ്തഫ എന്നിവരാണ്. ജാഫറിനെ നമ്മൾ ക്ഷണിച്ചുവെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും കോഴ വാങ്ങിയ ആരോപണം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം അനിലക്കരയിലേക്ക്. അനിലക്കര, ഇന്ന് ജാഫറിനെ കണ്ട് ഞങ്ങൾ ചോദിക്കുമ്പോൾ ജാഫർ പറയുന്നത് ഞാൻ ഒരു തമാശയ്ക്ക് പറഞ്ഞതാണ്, ട്വിസ്റ്റ് ഉണ്ട് എന്നുള്ളത്. ആരെങ്കിലും കോഴ വാങ്ങിയാൽ കോഴ വാങ്ങിയ കാര്യം ഇങ്ങനെ തുറന്നു പറയുമോ? എനിക്കൊരു തെറ്റുപറ്റിയതാണ്, എനിക്ക് ജീവന് ഭീഷണിയുണ്ട് എന്നാണ് ജാഫർ പറയുന്നത്. എന്ത് തെളിവാണ് ജാഫർ അരക്കോടി വാങ്ങി എന്നത് സമർത്ഥിക്കാൻ നമ്മുടെ കയ്യിലുള്ളത്? അനിലക്കര. ഇതിനകത്ത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇരിക്കുന്ന മുസ്തഫയാണെങ്കിലും KV അബ്ദുൽ ഖാദർ ആണെങ്കിലും മറ്റാരേക്കാളും കൂടുതൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ വിഷയം UDFനകത്ത് കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാൽ എനിക്കായിരുന്നു UDFന്റെ ചുമതല. ഈ പറയുന്ന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ പാർലമെൻ്ററി പാർട്ടി നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല എനിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ 5 കോൺഗ്രസ് നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർക്കുകയും ഐക്യകണ്ഠേന പാർലമെൻ്ററി പാർട്ടി നേതാവായി ഷാനവാസിനെ തിരഞ്ഞെടുക്കുകയും അത് ലീഗ് നേതൃത്വത്തെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷാനവാസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയായ അമീറുമായി സംസാരിക്കുകയും യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ലീഗിൻ്റെ ആളെ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ UDFന്റെ തീരുമാനപ്രകാരമാണ് രണ്ടുപേരും മത്സരിക്കാൻ തീരുമാനിക്കുന്നു, വിപ്പ് നൽകാൻ തീരുമാനിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ജാഫർ ഒരു വിഷയവുമില്ലാതെ ഷാനവാസിനെ പിന്തുണയ്ക്കുകയും ഷാനവാസിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അല്ലെങ്കിൽ റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ ഷാനവാസിൻ്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്ത അല്ലെങ്കിൽ പിന്തുണയ്ക്കുകയും ചെയ്ത ജാഫർ വോട്ടെണ്ണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വോട്ട് മാറി, ഓപ്പൺ ഔട്ടാണല്ലോ, മാറി എന്നത് നമുക്ക് അപ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൺഫ്യൂഷൻസ് തീർക്കാൻ വേണ്ടി പല ആളുകളുമായി ബന്ധപ്പെടുന്നത്. അപ്പോഴാണ് മുസ്തഫയുമായി ബന്ധപ്പെട്ട ഫോൺ റെക്കോർഡ് ചെയ്തത് ഷാനവാസിന് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആധികാരികത കൃത്യമാക്കാൻ വേണ്ടിയാണ് വിജിലൻസിന് പരാതി കൊടുക്കുന്നത്. വിജിലൻസ് അതിൻ്റെ പരാതിയുടെ അന്വേഷണം തുടങ്ങിയപ്പോഴാണ് നമുക്ക് വിശ്വാസ്യതയുണ്ടെങ്കിൽ കൂടി നിയമപരമായി മറ്റൊരാളുടെ ഫോൺ അത് പുറത്തുവിടുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഒരു ക്രൈമിൻ്റെ ഭാഗമായി അന്വേഷണം തുടങ്ങിയാൽ അത് തെളിവിൻ്റെ ഭാഗമായി നമുക്ക് വിടാം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളതൊന്ന് ആധികാരികമായി ഞാൻ തന്നെയാണ് പുറത്തുവിട്ടത്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് വളരെ കൃത്യമായും ഈ പറയുന്ന ജാഫർ പറയുന്നുണ്ട്. ഒന്നാമത്തെ പേര് LDF സ്ഥാനാർത്ഥിയുടെ കൃത്യമായി പറയുന്നുണ്ട്, രണ്ടാമത്തെ പേര് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് തെറ്റ് ചെയ്തതല്ല, വളരെ കൃത്യമായി വോട്ട് ചെയ്തതാണ് നമുക്ക് മനസ്സിലാവും. പിന്നെ അദ്ദേഹം തമാശ രൂപത്തിൽ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ശബ്ദ സംഭാഷണം ഒറിജിനലാണ്, ഇത് ഫാബ്രിക്കേറ്റഡ് അല്ല എന്ന് ജാഫർ തന്നെ സമ്മതിക്കുകയാണ്. അതിനകത്ത് തമാശ രൂപത്തിൽ പറഞ്ഞു എന്ന് പറയുന്ന കാര്യം ഈ അഴിമതി നിരോധന നിയമം അനുസരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ജാഫർ അന്ന് മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ്, എന്ന് വെച്ചാൽ പബ്ലിക് സർവൻ്റാണ്. ആ പബ്ലിക് സർവൻ്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് അഴിമതി ചെയ്തു എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് അതിൽ ക്രിമിനൽ ഗൂഢാലോചനയും അഴിമതി നിരോധന വകുപ്പ് അനുസരിച്ച് അദ്ദേഹം പ്രതിസ്ഥാനത്ത് വരും എന്ന് ഉറപ്പായപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും അംഗീകരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ ഞാൻ മറ്റേത് തമാശയാണ് എന്ന് പറഞ്ഞത് കൈയൊഴിയാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇൻസിഡൻറ്റ് അത് വളരെ കൃത്യമായി ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ടെസ്റ്റ് നടക്കും, ആ ടെസ്റ്റ് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാണോ വേണ്ടത്, 50 ലക്ഷം രൂപയാണോ വേണ്ടത്? ആ കാര്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്, ലൈഫ് സെറ്റിൽ ചെയ്യണം. ഇത് വളരെ കൃത്യമായി നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇൻസിഡൻറ്റ് വളരെ ക്ലിയറാണ്. അതിനുള്ള കൊട്ടേഷൻ വളരെ ക്ലിയർ ആണ്. അതിനുശേഷമുള്ള ആ പ്രൊജക്റ്റും കംപ്ലീറ്റ് ആയി പൂർത്തിയായിരിക്കും. പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്.
ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ജാഫറും മറുതലയ്ക്കലുള്ളത് നമ്മളോടൊപ്പം ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുസ്തഫയുമാണ്. CPM നേതാക്കളുടെ ഒരു വാക്കോ CPM നേതാക്കൾ പണം കൊടുത്തതായിട്ടുള്ള ഒരു തെളിവോ ഈ നിമിഷം പോലും നമ്മുടെ മുന്നിലില്ല. അപ്പോൾ UDFിൻ്റെ ഉള്ളിലെ ലീഗിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി UDFിൻ്റെ തന്നെ കോൺഗ്രസിലെ മണ്ഡലം പ്രസിഡന്റിനോട് വിളിച്ചു പറഞ്ഞതിനെ ആധികാരികമാക്കി എങ്ങനെ CPM കോഴ കൊടുത്തുവെന്ന് പറയാൻ കഴിയും? അല്ല, അത് അരുൺകുമാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്പോൾ ഇത് നടന്നത് എന്താണ്? ഇത് 27-ാം തീയതിയാണല്ലോ നടന്നത്. ഇന്ന് ദിവസം എത്രയാണ്? ഇന്ന് ദിവസം 2-ാം തീയതിയാണ് ദിവസം. എത്ര ദിവസം കഴിഞ്ഞു? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ലഭിച്ചതിന് ശേഷം ഞാൻ ഓടിച്ചാടി വന്നൊരു പത്രസമ്മേളനം നടത്തുകയല്ല ചെയ്തത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുകയാണ് ചെയ്തത്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി എനിക്ക് കൃത്യമായി ഇത് മനസ്സിലായി. ഇദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു കേക്കുമായി എരുമപ്പെട്ടി സബ് ഇൻസ്പെക്ടർ അതാണ് ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇത് തമാശയായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് മുസ്തഫയോട് കൂടി ഒന്ന് ചോദിക്കട്ടെ. KV അബ്ദുൽ ഖാദറും എത്തിയിട്ടുണ്ട്. ഒരു നിമിഷം അങ്ങ് വഴങ്ങണം. നമുക്ക് ഒരിക്കൽ കൂടി ആ ശബ്ദരേഖയൊന്ന് കേൾക്കാം. മുസ്തഫയും ജാഫറും തമ്മിലുള്ള, ജാഫർ ഇപ്പോൾ തമാശയ്ക്ക് പറഞ്ഞു എന്ന് പറയുന്ന ആ ശബ്ദശകലം ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. 50 ലക്ഷം രൂപ ഓഫർ ഉണ്ട്. ഇതിലത്തെ ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഒന്നെങ്കിൽ പ്രസിഡന്റ് ആവാം അപ്പൊ, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഉണ്ട്. പൈസ ഇട്ട് പിന്നെ നമ്മള് സേഫ് ആയല്ലോ, ലൈഫ് സെറ്റിൽ ആയില്ല. പിന്നെ നമ്മൾ രാഷ്ട്രീയത്തിന് ഇറങ്ങേണ്ട ആവശ്യം പറയാം. അതുകൊണ്ടാ പറയുന്നത്. ഞാൻ ഇപ്പൊ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഓപ്ഷൻ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാണ്. മുസ്തഫ നമുക്കൊപ്പമുണ്ട്. മുസ്തഫയോടാണ് ജാഫർ ഇങ്ങനെ സംസാരിച്ചത്. ജാഫർ ഒരു തമാശ പറയുകയായിരുന്നോ മുസ്തഫയോട്? ഞാനേ ഇത് കേൾക്കുമ്പോൾ എനിക്ക് എന്താല്ലേ, നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. കാരണം അവൻ പറഞ്ഞ കാര്യം അതേ പ്രകാരം പോയി ചെയ്തിരിക്കുകയാണ്. അവൻ നേരെ പോകുന്നു, പറഞ്ഞ പോലെ വോട്ട് ചെയ്യുന്നു. ഈ വോട്ട് ചെയ്യണതിൽ എങ്ങനെയാണ് തെറ്റ് വരുന്നത്? അവിടെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പേപ്പറിൽ 2 പേര്, നബീസ, ഷാനവാസ്. അതിലൊരാൾ വോട്ട് ചെയ്യണം, വേറെ വോട്ട് ചെയ്യണം, നേരെ ബോക്സിലൊന്ന് അവസാനിക്കുന്നു. ഇതവൻ പറഞ്ഞ അതേപോലെ പോയി ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെ ഇത് തമാശയായിട്ട് വരുന്നത്? പിന്നെ ഇവിടെ എനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങൾ എൻ്റെ നേതാവ്, എൻ്റെ പ്രസിഡന്റ് അനിലക്കരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഏൽപ്പിച്ച ഒരു കാര്യം ഇതുവരെ എന്താ പറയുക, വെള്ളത്തിലായിട്ടില്ല എന്ന് തന്നെ പറയാം. അത് എത്തേണ്ടടുത്ത് തന്നെ എത്തും. അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അതിൽ. കാരണം ഇനിയും അത് 11 മിനിറ്റുള്ള വോയിസ് എൻ്റെ പ്രസിഡന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് എൻ്റെ പ്രസിഡന്റ് തന്നെ ഇതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും. കാരണം ഒരിക്കലും ഇത് ജാഫർ നടത്തുമ്പോ ഈ വിവരം മുസ്തഫ അപ്പോൾ തന്നെ അനിലക്കരെയും മറ്റു നേതാക്കളെയും ഒക്കെ അറിയിച്ചു. ജാഫർ ഒരുപക്ഷെ കൂറുമാറാൻ സാധ്യതയുണ്ട് എന്ന വിവരം അറിയിച്ച് അല്ല, ഞാനെന്താന്ന് വെച്ചാൽ ഈ വിവരങ്ങൾ അറിയിച്ചു. അപ്പോൾ അന്ന് ഞാൻ വിളിക്കുന്നത് 12 മണിക്കാണ്. എൻ്റെ ഈ ഫോണിൽ അതിലറിയാൻ പറ്റും. 12 മണിക്ക് ഞാൻ വിളിച്ചപ്പോൾ 3 മണിക്കാണ് ബ്ലോക്ക് മീറ്റിംഗ് വെച്ചിരിക്കുന്നത്. 7 വാർഡ് മെമ്പർമാരെ മീറ്റിംഗ് വെച്ചിരിക്കുന്നത് 3 മണിക്ക് ശേഷമാണ്. അവിടെ ഇവർ വന്ന് 7 പേര് നിന്ന് സംസാരിച്ച് ജാഫർ സത്യടെയാണ് എൻ്റെ മക്കളെ പിടിച്ച്, ലീഗിൻ്റെ ഒരുപാട് തങ്ങന്മാരെ പിടിച്ച് ഒരുപാട് സത്യം ഇട്ടിട്ട്, ഞാൻ ഒരിക്കലും വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, ഷാനവാസാണ് പ്രസിഡന്റ് ആവുന്നത് വളരെ വ്യക്തമായി പറയാണ്. അങ്ങനെ ഒരു സംശയമില്ലാതെ പോണ ആള് ഈ നേരത്തെ തന്നെ 7 വാർഡ് മെമ്പർമാരുടെയും മീറ്റിംഗിൽ വെച്ച് തന്നെ ഈ കാര്യം നിഷേധിച്ചിട്ടുണ്ട്. താങ്കളുമായി ഫോൺ സംഭാഷണം നടത്തിയത് സീരിയസ് ആയിട്ട് എടുക്കരുത്, അത് തമാശയാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അല്ലല്ല, അതായത് ഫോൺ സംഭാഷണം അവിടെ ചർച്ചല്ല. അതായത് ഷാനവാസിനോട് ഇവരോടൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസ് പ്രസിഡന്റായിട്ട് വരട്ടെ എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. അവരൊരുമിച്ച് ഇങ്ങോട്ട് പോരുന്നു. പിന്നെ അവിടെ സംശയം വരുന്ന കാര്യമില്ല. പിറ്റേ ദിവസം ഇവ ഇതേപോലെ ചെയ്യാണ്, എന്നോട് ഫോൺ ചെയ്ത് അതേപോലെ ചെയ്യാണ്. പിന്നെ അതെങ്ങനെ തമാശയായിട്ട് വരും? അപ്പം ഞാൻ പറയുന്നത്, എന്നോട് സംസാരിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും എൻ്റെ പ്രസിഡന്റിനോട്, ഷാനവാസിനോടും അനിലക്കരോടും പറഞ്ഞിട്ടുണ്ട്. അവരതിൻ്റെ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകും. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാം. ഈ പൈസ ഇദ്ദേഹം കൈപ്പറ്റി എന്നുള്ളത് അനിലക്കരേതിന് കുറച്ച് വിശദാംശങ്ങൾ അല്പസമയത്തിനുള്ളിൽ നൽകും. എങ്കിൽ പോലും ഈ പൈസ കൈപ്പറ്റിയതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ? ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഇങ്ങനെയൊരു കുതിരക്കച്ചവടം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്ന KV അബ്ദുൽ ഖാദർ ex-MLA തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചു. ഈ പണം കൊടുത്തിട്ടില്ല, 1 രൂപ പോലും കൊടുത്തിട്ടില്ല, 1 രൂപ പോലും കൊടുത്തിട്ടില്ലെന്ന് CPM, 1 രൂപ പോലും വാങ്ങിയിട്ടില്ലെന്ന് ജാഫർ. എങ്ങനെ തെളിയിക്കാൻ പറ്റും ഇത്? അല്ല, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ എന്തിനവധി ചെയ്തു?
ഞങ്ങളായിട്ടൊരു പ്രശ്നമില്ല. UDF നല്ല സംവിധാനമായിട്ട് പോകുന്നു, ഞങ്ങൾ നല്ല രീതിയിൽ പോകുന്നു. ഇവൻ ഞങ്ങളോട് പറയാണ് എനിക്ക് ബ്ലോക്ക് പ്രസിഡന്റ് വേണം, അല്ലെങ്കിൽ ഞങ്ങളോട് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ഇതല്ല, ഇവൻ നേരെ പോണാട് ചെയ്യുന്നു. CPM പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണു, വോട്ട് ചെയ്യണോ പോകുന്നു. ഈ വോട്ട് ചെയ്യുന്ന സമയത്ത് CPMൻ്റെ ബ്ലോക്ക് മെമ്പറായി ഇരുന്ന ആളുകളോട് കൈ കൊടുത്ത്, അതിൻ്റെ വീഡിയോ ഉണ്ട്, ചാനലിൽ വന്നതാണ്, കൈ കൊടുത്ത് സന്തോഷിച്ച് പോകുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്നെ തമാശ. അത് കഴിഞ്ഞ് 2.5 മണിക്ക് തെറ്റിപ്പോയി എന്ന് ആ സമയത്ത് ഈ ജാഫർ പറയുന്നുണ്ടോ നിങ്ങളോട്? അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അബദ്ധം പറ്റി എന്നുള്ളൊരു കാര്യം ആ സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ടോ ജാഫർ? അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ അവൻ അവിടെ വെച്ച് പറയുകയാണെങ്കിൽ ഷാനവാസിന് തെറ്റുപറ്റി എന്താ ചെയ്യാ? അവിടെ തെറ്റുപറ്റണ കാര്യമില്ലല്ലോ. എന്താണ് തെറ്റുപറ്റാ? നമ്മളിപ്പോൾ ഒരു പാർട്ടിക്ക് നമ്മളിപ്പോൾ ഒരു മത്സരിക്കാൻ നോമിനേഷൻ കൊടുക്കുമ്പോൾ ഒരുപാട് ടെൻഷൻ ഉണ്ടാവും. കാരണം ഒരുപാട് പേപ്പറുകൾ വേണം, നികുതി അടച്ചത് വേണം, അവിടെ ഒരുപാട് ഒപ്പുകൾ കാര്യങ്ങൾ വേണം. ഇതവിടെ വേറെ ഒന്നുമില്ല. ചെറിയൊരു പേപ്പർ, 2 പേര്, അത് ഇവൻ തന്നെ പറയുന്നുണ്ട്. ഒന്നാമത്തെ പേര് നബീസ, രണ്ടാമത്തെ പേര് ഷാനവാസ്, അതിലൊരു ടിക്കറ്റ് കഴിഞ്ഞു. വേറെ എന്താണ് തെറ്റുന്നത്? എങ്ങനെയാണ് വിവരം വോട്ടിട്ടതിന് ശേഷം പറഞ്ഞു? അവനാണ് ഷംല അല്ല, അവനെങ്ങനെ തെറ്റുപറ്റുന്നു? അവൻ കൂടെ ഉണ്ടായിരുന്ന ഷംല, അതായത് തലശ്ശേരി ബ്ലോക്കിലേക്ക് മത്സരിച്ചെന്ന ഷംലയോട് പറഞ്ഞു, ഞാൻ നിന്റെ വോട്ട് ഞാൻ ചെയ്തു തരാം, നീ ഒരു ടെൻഷൻ അടിക്കണ്ട, ഇത് അത്ര വലിയ വെറും ഈ 1-2 നില ടിക്കറ്റ് വേണ്ടുള്ളൂ പറഞ്ഞിട്ട് അവളെ നിന്ന് വാങ്ങിയിട്ട് വോട്ട് ചെയ്യാൻ ഇവ നോക്കി. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്കത് വരുന്നത് അതും കൂടി തെറ്റിക്കാനാണോ എന്നുള്ളതാണ് ഇപ്പോൾ ചിന്ത വരുന്നത്. ഇവനിതെല്ലാം അറിയാം. ഇവ കുട്ടിയല്ല. തെറ്റുപറ്റിയാർക്കാ? കുട്ടികൾക്കാ. മാഷിന് ഒരിക്കലും തെറ്റുപറ്റില്ല. ഇവൻ ഓഫർ മാഷായി മാറിയിരിക്കുകയാണ്. വരൂർ പഞ്ചായത്തില് വടക്കാഞ്ചേരി ബ്ലോക്കില് ഓഫർ മാഷ്. ഈ ഓഫർ മാഷിന്റെ വോട്ട് വാങ്ങിയിട്ട് ഒരു ദിവസം പോലും നബീസ അവിടെ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കാൻ പാടില്ല. അവർ നാളെ തന്നെ രാജിവെച്ച് ഒരു തെരഞ്ഞെടുപ്പ് നേരിടുമെന്ന് ഇത് ഞങ്ങൾ പറയുന്നതല്ല. വരവൂരിലെ CPMകാരും വടക്കാഞ്ചേരി ബ്ലോക്കിലെ മുഴുവൻ CPM പ്രവർത്തകരും ഒരു രാഷ്ട്രീയം നോക്കാതെ ഒരു ദിവസം പോലും നബീസ അവിടെ ഇരിക്കാൻ പാടില്ല എന്നുള്ള പ്രവർത്തകർ വരും ദിവസങ്ങളിൽ നിങ്ങൾ നോക്കിക്കോ. CPMകാരും CPIക്കാരും നബീസക്കെതിരെ ഫ്ലക്സ് ബോർഡുകളുമായിട്ട് വരുമെന്ന് യാതൊരു സംശയമില്ല. പിന്നെ ഞങ്ങളുടെ വിശ്വാസം അനിലക്കര ഇത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട. അതുപോലെ തന്നെ PA ഷാനവാസ് ഇവരെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു പേടിയില്ല, അത് എത്തേണ്ടടുത്തെത്തും, ഒരു സംശയമില്ല. KV അബ്ദുൽ ഖാദർ, അതാണ് UDFന്റെ വാദം. ഇപ്പോൾ നമ്മൾ കേട്ടത് ജാഫർ സംസാരിച്ച മുസ്തഫയുടെ ശബ്ദമാണ്. ഈ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി നഫീസ ഇരിക്കുന്നത് 1/2 കോടി രൂപയ്ക്ക് LDF വാങ്ങിയെന്ന് UDF ആരോപിക്കുന്ന ജാഫറിന്റെ വോട്ടിന്റെ ബലത്തിലാണോ? അല്ല, വളരെ വിചിത്രവും അസംബന്ധവുമായിട്ടുള്ളൊരു വാദം ആയിട്ട് ശ്രീ അനിൽ അക്കരെ രംഗത്ത് വന്നത് വളരെ ആസൂത്രിതമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പം ഞങ്ങൾ ഗോവിന്ദമാഷായാലും ഞാനായാലും ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് CPIMൻ്റെയും LDFൻ്റെയും രാഷ്ട്രീയത്തിന് വിധേയമായിട്ട് മാത്രമേ ഞങ്ങൾ ഈ ജില്ലയിലും സംസ്ഥാനത്തും പ്രവർത്തിച്ചിട്ടുള്ളൂ. എന്നാൽ കോൺഗ്രസ് ഈ ജില്ലയിൽ അവരുടെ മുഖം ഏതവസ്ഥയിലാണ് എന്ന് ഞാൻ പിന്നീട് വിശദീകരിക്കാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ കാര്യം എന്താണ് ഈ കോലാഹലത്തിൻ്റെ അടിസ്ഥാനം? അയാൾ പിന്നെ നേരത്തെ പറഞ്ഞതായി പറയുന്ന ഒരു ടെലിഫോൺ സംഭാഷണം, ഇന്ന് അയാൾ കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, വസ്തുതാപരമായിട്ട് പെശകാണി പ്രചരണം, ഞാൻ അങ്ങനെ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല. അയാൾ ഏതെങ്കിലും പാർട്ടിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചോ? കാശ് തരാം അല്ലെങ്കിൽ കാശ് തന്നു പറഞ്ഞിട്ടുണ്ടോ? എന്താണ് ഈ കോലാഹലത്തിന് അടിസ്ഥാനം? തൃശ്ശൂർ ജില്ലയിൽ നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം പ്രത്യേകിച്ചും രൂപപ്പെട്ട മുഖം വികൃതമായ കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടി ആ അക്കരച്ചേട്ടനെ ഏൽപ്പിച്ചു എന്നാണ് നേരത്തെ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞത്. അക്കരച്ചേട്ടനെ ഏൽപ്പിച്ചോട്ടെ, എന്താണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ? ഇപ്പോൾ മറ്റത്തൂര് നമ്മൾ കണ്ടതാണ്, BJPയുമായിട്ട് അന്തർധാരയല്ല പരസ്യമായ സഖ്യം, അതല്ലേ സംഭവിച്ചത്? ഒരു സുപ്രഭാതത്തിൽ 8 മെമ്പർമാർ രാജിവെച്ച് എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോകണമെങ്കിൽ ഇവരുടെ രാഷ്ട്രീയം എത്ര ദുർബലമാണ്. BJP ഉയർത്തുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് ഈ കോൺഗ്രസ് സ്വന്തം അണികൾക്ക് എന്തെങ്കിലും ക്ലാസ് നൽകിയിരുന്നെങ്കിൽ ഇങ്ങനെ
അങ്ങനെ പോവുമോ ആരെങ്കിലും? അപ്പോൾ വളരെ കൃത്യമാണ്. അനിൽ അക്കരയും കൂട്ടരും നേരത്തെ മുതൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന BJP അനുകൂല പ്രചരണം അവരുടെ അണികളെ എത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇവിടെ നേരത്തെ അതൊരു ഡിബേറ്റ് നമുക്ക് വേണമെങ്കിൽ പോവാം. BJP വിരുദ്ധമായി സംസാരിക്കാറില്ലല്ലോ. ഒരു സ്വാഭാവികമായ സംശയം ഉണ്ടാവുന്നത്, തിരഞ്ഞെടുപ്പിന് മുൻപ് ജാഫർ മുസ്തഫയോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കുകയാണ്. ഒരു ട്വിസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു, ട്വിസ്റ്റ് ഉണ്ടായില്ലേ? നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു നറുക്കെടുപ്പ് വേണ്ടി വരുമെന്ന സാഹചര്യത്തിൽ നിന്ന് KV നഫീസയ്ക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളത് വാസ്തവമല്ലേ? വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിശ്ചയമായിട്ടും ലീഗിന്റെ സ്ഥാനാർത്ഥി തന്നെ വരുന്ന സാഹചര്യത്തിൽ പങ്കെടുക്കേണ്ട ജാഫർ അതിൽ പങ്കെടുത്തില്ല എന്നുള്ളത് വാസ്തവമല്ലേ? ഇത് രണ്ടും നമ്മുടെ മുന്നിൽ സത്യമല്ലേ KV അബ്ദുൽ ഖാദർ? അപ്പോൾ ഒരു ട്വിസ്റ്റ് അവിടെ നടന്നു, ജാഫറിന്റെ ലീഗ് സ്വതന്ത്രന്റെ വോട്ട് കിട്ടി. അപ്പോൾ ഇനി എന്തുകൊണ്ട് കൊടുത്തു എന്നതാണ് ചോദ്യം. നിലവിൽ ലീഗ് നേതൃത്വത്തോടോ കോൺഗ്രസ് നേതൃത്വത്തോടോ ജാഫറിന് ഒരു വൈരാഗ്യമില്ല, ഒരു വ്യത്യസ്ത അഭിപ്രായവുമില്ല. നിങ്ങളുമായിട്ട് രാഷ്ട്രീയമായി സന്ധി ചെയ്യാനുള്ള രാഷ്ട്രീയ കാരണങ്ങളുമില്ല. പിന്നെ എന്താണ് ജാഫറിനെ പ്രേരിപ്പിച്ചത്? അതാണ് ചോദ്യം. അല്ല, അത് ഞങ്ങളോട് ചോദിച്ചത് ഞങ്ങൾ എന്താ പറയുക? UDF-നകത്ത് ഇവർ പരസ്പരം കലഹമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മെക്കെട്ട് കയറിയിട്ട് എന്താ കാര്യന്നേ? സ്വന്തം അംഗത്തെ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടിനനുസരിച്ച് നിർത്താൻ കഴിയാത്തത്, അതിന് CPM ഇതിന് മറുപടി പറയണം. ഞങ്ങളുടെ 7 അംഗങ്ങളുടെ വോട്ട് കൃത്യമായിട്ട് ഞങ്ങൾ വാങ്ങി. അവിടെ UDF-ന് കിട്ടേണ്ടിയിരുന്ന വോട്ട് അസാധുവായി. അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പം നോക്കൂ. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇയാൾ വന്നില്ല, ഞങ്ങളുടെ ഒരാളുടെ വോട്ട് അസാധുവാവുകയാണ് ചെയ്തത്. പക്ഷെ അവിടുന്ന് ഒരാൾ വരാത്തത് കൊണ്ട് തുല്യമായി നറുക്കിട്ടപ്പോൾ വൈസ് പ്രസിഡന്റും ഞങ്ങൾക്ക് കിട്ടി. ഇതാണ് വടക്കാഞ്ചേരി സംഭവിച്ചത്. പക്ഷേ ഇതിനെ രാഷ്ട്രീയമായിട്ട് ഏതർത്ഥത്തിലാണ് എടുക്കുക? ഞങ്ങൾ എന്ത് അപരാധം ചെയ്തു? ഇവിടെ CPIM-നെ ഈ വിവാദത്തിൽ കൊണ്ടുവരുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നേ. ചില കാര്യങ്ങൾ കൂടി അനിലക്കര പറയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനിലക്കരയുടെ കയ്യിൽ ചില തെളിവുകളുണ്ടെന്ന് അനിലക്കര പറയുന്നു. നമുക്ക് അതുകൂടി ഒന്ന് കേൾക്കാം. അതിനു മുമ്പ് എനിക്ക് നമ്മളുടെ ജോർജ് പുടിപ്പാറയിലേക്ക് കൂടി പോയതിനു ശേഷം ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. ജോർജ് പുടിപ്പാറ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? CPM-ലെ നേതാക്കളുടെ ശബ്ദരേഖ പുറത്തു വന്നിട്ടില്ല, CPM നേതാവ് പണം കൊടുത്തതിൻ്റെ തെളിവുകൾ നമ്മുടെ മുന്നിലില്ല. പക്ഷേ ആകെയുള്ളത് ഈ ജാഫർ മുസ്തഫയോട് പറഞ്ഞ കാര്യമാണ്. അതിനുശേഷം ആ പറഞ്ഞ അതേപടി കാര്യങ്ങൾ സംഭവിച്ചു എന്നതും വാസ്തവമാണ്. അത് ഇന്നിപ്പോൾ ജാഫർ നിഷേധിക്കുന്നുണ്ട്. അബദ്ധം പറ്റി എന്നാണുള്ള വിശദീകരണം. ഇത് അബദ്ധം പറ്റി എന്ന് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാൻ കഴിയുമോ? പക്ഷേ CPM പണം കൊടുത്തു എന്ന് എങ്ങനെ UDF-ലെ ഒരു ലീഗ് സ്വതന്ത്രനും UDF-ലെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും തമ്മിലുള്ള ശബ്ദ സംഭാഷണത്തിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരും? അരുൺ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമാണ്. അതായത് നേരിട്ട് CPM-നെ ഇതിൽ പ്രതിക്കൂട്ടിലാക്കാനുള്ള തെളിവുകളില്ല. പക്ഷെ നമ്മൾ ഈ ഗൂഢാലോചന കേസുകളിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള എന്താ പറയുക, കോൺക്രീറ്റ് എവിഡൻസ് പലപ്പോഴും കിട്ടാറില്ല. മറിച്ച് അത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയുകയും തീരുമാനിക്കുകയും ചെയ്യാൻ കഴിയുന്ന ചില സാഹചര്യങ്ങളാണ് ഇതിനകത്ത് പലപ്പോഴും നമ്മുടെ അഭ്യൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ സംശയത്തെ ശക്തിപ്പെടുത്തുന്നത്. ഇവിടെ 2 കാര്യങ്ങൾ ഡോക്ടർ അരുൺ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ. ഒന്ന്, ഈ പറയുന്ന ജാഫർ മുസ്തഫയായിട്ട് ഇങ്ങനെ ഒരു സംസാരം നടത്തിയിട്ടുണ്ട്. എനിക്ക് 2 ഓഫർ ഉണ്ട്. ഒന്ന്, വേണമെങ്കിൽ പ്രസിഡന്റ് ആവാം. 2, 50 ലക്ഷം വാങ്ങിയിട്ട് അവരുടെ കൂടെ നിൽക്കാം. ഇതിലേതാണ് അദ്ദേഹം ഓപ്റ്റ് ചെയ്യുന്നതെന്നൊന്നും കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നില്ല, നമ്മൾ കേട്ട ശബ്ദരേഖയിലില്ല. അതിനുശേഷം അദ്ദേഹം ഈ വോട്ട് ചെയ്യാൻ എത്തുന്നു. വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹത്തിന്റെ വോട്ട് അസാധുവാകുന്നു. അസാധുവായത് ഒരു യാദൃച്ഛികത, ഒരു കോയിൻസിഡൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റൽ ഇൻസിഡൻസ് ആണെന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ട് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും വന്നില്ല? അത് ന്യായമായൊരു ചോദ്യമാണല്ലോ. അപ്പൊ ഇത് കൂട്ടി വായിക്കുമ്പോൾ സംതിങ് റോങ് സംവെയർ, പൊരുത്തപ്പെടാത്ത എന്തൊക്കെയോ അതിനകത്തുണ്ട്. അദ്ദേഹം മുസ്തഫയായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഓഫർ ഉണ്ടെന്ന് പറയുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ വോട്ട് അസാധുവാകുന്നു. അസാധുവായതിന്റെ ഒരു ജാളിത അദ്ദേഹത്തിനുള്ളതായിട്ട് കണ്ടുമില്ല. അതിനുശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നുമില്ല. അപ്പൊ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹം വളരെ കൽപ്പിച്ചു കൂട്ടി ചില തീരുമാനങ്ങൾ എടുത്തു എന്ന് വേണം കരുതാൻ. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള അസംതൃപ്തി, അദ്ദേഹത്തിന് പ്രസിഡന്റ് സ്ഥാനം വേണമെന്നോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം വേണമെന്നോ അങ്ങനെ ഒരു ബാർഗെയിനിങ് ഈ പറഞ്ഞ UDF-ആയിട്ട് അദ്ദേഹം നടത്തിയതായിട്ടും ചിത്രത്തിൽ എവിടെയും നമ്മൾ അറിയുന്നില്ല.
അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ അസംതൃപ്തിക്ക് കാരണം, അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അസ്വസ്ഥതയുള്ളതിന്റെ ഒരു സൂചനയും നമുക്ക് ലഭ്യമല്ല. അദ്ദേഹം അസംതൃപ്തനാണെന്നുള്ളതിന്റെ ഒരു തെളിവും നമ്മുടെ കയ്യിലില്ല. സംഭവിച്ചത് നോക്കുമ്പോൾ ഇത്രയാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ മുസ്തഫയായിട്ട് സംസാരിക്കുന്നു, അങ്ങനെ ഒരു ഓഫർ ഉണ്ട് എന്ന് പറയുന്നു. ആ ഓഫർ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം വ്യക്തമായി പറയുന്നില്ല. പക്ഷെ ആ സാമ്പത്തിക സുരക്ഷിതത്വം വലിയൊരു കാര്യമല്ലേ എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ലൈഫ് അദ്ദേഹം അത് സെറ്റിൽ ചെയ്യാൻ അത് ഗൗരവമായിട്ട് പോരെ കാണുന്നുണ്ട്. എന്താണ് ചോദിക്കുന്നത്? അതെ, അതൊരു വലിയ ഗൗരവമുള്ള കാര്യമാണ്. അദ്ദേഹം ആ പ്രലോഭനത്തിൽ, അതായത് ഒരു 50 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ ഒരു സാധാരണ ആളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓഫറാണ്. അത് CPM അങ്ങനെ ഒരു ഓഫർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാറ്റി നിർത്തുക. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വന്തം വായിൽ നിന്ന് അശ്വമുഖത്ത് നിന്ന് തന്നെയാണ് ഇത് കേൾക്കുന്നത്. എനിക്കിങ്ങനെ ഒരു ഓഫർ ഉണ്ട്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഓഫർ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ 50 ലക്ഷത്തിന്റെ ഓഫർ ഉണ്ട്, അതൊരു വലിയ തുകയല്ലേ, ജീവിതം സുരക്ഷിതമാകുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വല്ലാതെ പ്രലോഭിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഓഫർ അദ്ദേഹത്തെ വല്ലാതെ വശീകരിച്ചിട്ടുണ്ട്. അത് തെറ്റാണെന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ, അതിനെ വേണമെങ്കിൽ തമാശയെന്നൊക്കെ അവഗണിച്ച് തള്ളണമെങ്കിൽ, പിന്നീട് അദ്ദേഹം വോട്ടെടുപ്പിൽ സ്വന്തം മുന്നണിക്ക് തന്നെ വോട്ട് ചെയ്യണം, സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം. അത് സംഭവിച്ചിട്ടുമില്ല. അതിനുശേഷം ഒരു അബദ്ധം പറ്റിയതാണെങ്കിൽ വൈസ് പ്രസിഡന്റ് ആ തെറ്റ് തിരുത്താൻ തയ്യാറാവാതെ വൈസ് പ്രസിഡന്റ് ലോജിക്കലായിട്ടുള്ള കൺക്ലൂഷൻ ജോർജ് പൊടിപ്പാറ അതാണ്. ന്യായമായും ജനങ്ങൾ സംശയിക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ പ്രസിഡന്റിന് ഒരു അബദ്ധം പറ്റിപ്പോയി. ശരി, വൈസ് പ്രസിഡന്റ് പോയിന്റ് കൂടി. ആ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, അങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരാളെ കളം മാറ്റി അയാളെ കൊണ്ട് ഇങ്ങനെ കൂറുമാറ്റിച്ചൊരു വോട്ട് വാങ്ങി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പിടിച്ചെടുക്കേണ്ട ഗതികേട് ഈ CPM-ന് തൃശ്ശൂർ ജില്ലയിലുണ്ടോ? അതൊന്ന് ഒരുപക്ഷെ കേരളത്തിലെ തൃശ്ശൂരിൽ നല്ല പ്രകടനമാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും CPM കാഴ്ചവെച്ചിരിക്കുന്നത്. മാത്രമല്ല അതൊരു ബ്ലോക്ക് പഞ്ചായത്താണെന്നേ. ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റിന് വേണ്ടി 50 ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറയുന്നതിനകത്തൊരു പൊരുത്തക്കേട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എന്തിനെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. ആ ഗതികേട് ഇല്ലല്ലോ, ഈ ജില്ലയിൽ പ്രത്യേകിച്ചും ഇല്ല. അപ്പൊ പിന്നെ ഇത് എന്തിനാണ് അത്രയ്ക്കൊരു ഒരവസ്ഥ CPM-ന് ഈ ജില്ലയിൽ? പക്ഷെ അതിനൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം ഈ ബ്ലോക്ക് പഞ്ചായത്ത് കിടക്കുന്നത് 3 നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസികളിലായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ഒരു UDF-കാരൻ വരിക എന്നുള്ളത് ഒരു രാഷ്ട്രീയമായ താല്പര്യമായിട്ട് കോൺഗ്രസ് കരുതുന്നുണ്ടാവാം. ഞാൻ അതിലേക്ക് വരാം. രണ്ടാം ഘട്ടത്തിൽ നമ്മുടെ മുന്നിൽ ചില തെളിവുകൾ അനിലക്കര നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ചില സൂചനകളുണ്ടായിരുന്നു, ഒരു കേക്കുമായി വന്നതിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതിലേക്ക് നമ്മൾ തിരികെ വരും ഇടവേളയ്ക്കു ശേഷം. അനിലക്കര, ഇനി അങ്ങ് നേരത്തെ സൂചിപ്പിച്ച, അങ്ങ് സംശയിക്കുന്നത് എന്താണ്? ഈ പണം കൈമാറിയിട്ടുണ്ടെങ്കിൽ ആര് കൈമാറി, എവിടെ വെച്ച് കൈമാറി, എങ്ങനെ കൈമാറി? ഇതൊന്നും നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. വിജിലൻസ് അത് അന്വേഷിക്കുകയാണ്. പക്ഷേ KV അബ്ദുൽ ഖാദർ പറയുന്ന മറുവാദമുണ്ട്. മറ്റത്തൂരിൽ നിങ്ങൾക്ക് സംഭവിച്ച ജാള്യത മറയ്ക്കാൻ നിങ്ങളുടെ മുഖം രാഷ്ട്രീയമായി വികൃതമായപ്പോൾ മറ്റൊരു തിരക്കഥയുമായി വന്നിരിക്കുകയാണ്. ഇത് തിരഞ്ഞെടുപ്പിന് മുമ്പ് UDF തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു തിരക്കഥയാണോ എന്ന് CPM സംശയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനൊരു തിരക്കഥയല്ലെന്ന് എങ്ങനെ തെളിയിക്കുമെന്നുള്ളതാണ് ചോദ്യം. മാത്രമല്ല, ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിന് വേണ്ടി 50 ലക്ഷം രൂപയൊക്കെ തൃശ്ശൂരിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച CPM കൊടുക്കുമെന്ന് എങ്ങനെ കരുതും അനിലക്കര? ഇവിടെ പിന്നെ അബ്ദുൽ ഖാദർ വസ്തുതാപരമായി തന്നെ ഈ ചർച്ചയെ വഴിതെറ്റി വിടാനാണ് ശ്രമിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് പിന്നെ ലീഗ് സ്വതന്ത്രൻ്റെ വോട്ട് അസാധു എന്നാണ്. അത് അരുൺകുമാർ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. പിന്നെ ജോർജ് പൊടിപ്പാറ സാർ അത് ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയല്ല ഉണ്ടായത്. ഇവിടെ UDF-ൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ മുസ്ലിം ലീഗ് സ്വതന്ത്രൻ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ LDF-ന് വോട്ട് ചെയ്യാനുണ്ടായത്, അല്ലാതെ അസാധു ആവുകയല്ല ചെയ്തത്. എന്ന് വെച്ചാൽ ഷാനവാസിൻ്റെ പേര് പാർലമെൻ്ററി പാർട്ടി യോഗം ചേർന്ന് നിർദ്ദേശിക്കാൻ നമ്മൾ ആളെ ചുമതലപ്പെടുത്തുകയും പിന്താങ്ങാൻ ഈ ജാഫർ മാഷയാണ് നിർദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്താങ്ങുകയും ജാഫർ മാഷ് പിന്തുണയ്ക്കുകയും ചെയ്തതിന് ശേഷം വോട്ട് ബാലറ്റ് കിട്ടിയ സമയത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആദ്യം കിട്ടിയാൽ സ്ഥാനാർത്ഥിയുടെ പേരുണ്ടോ എന്ന് നോക്കണം, അതിനുശേഷം പിന്നെ വോട്ട് അതിൽ ഇൻഡു മാർക്ക് ചെയ്യണം, അതിൻ്റെ പിന്നിൽ പേരെഴുതി ഒപ്പിടണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വളരെ കൃത്യമായും പിന്താങ്ങിയ ആൾ, ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്, പല തെരഞ്ഞെടുപ്പുകളും മത്സരിച്ചിട്ടുണ്ട്, വോട്ട് ചെയ്യാനും പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന ബാലറ്റ് പേപ്പർ ആണെങ്കിലും എൻ്റെ മുന്നിലുള്ള ഈ പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രമാണെങ്കിലും ഒക്കെ അതിൽ ഞാൻ കൈപ്പത്തിയല്ലാതെ അല്ലെങ്കിൽ UDF-ൻ്റെ ചിഹ്നമില്ലാതെ എനിക്ക് മറ്റൊരു ചിഹ്നവും ഇതേവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ സ്ഥാനാർത്ഥികളാണെങ്കിലും മറ്റാളുകളാണെങ്കിലും നമ്മൾ തീരുമാനമെടുത്ത് പോകുന്ന അതേ ചിഹ്നം തന്നെയാണ് അല്ലെങ്കിൽ പേര് തന്നെയാണ് കാണാൻ കഴിയുക. ഇവിടെ വളരെ കൃത്യമായി ഒന്നാമത്തെ പേര് നബീസയുടെ എന്ന് ആവർത്തിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇദ്ദേഹം അവർക്കാണ് വോട്ട് ചെയ്തത്, അല്ലാതെ വോട്ട് മാറ്റി ചെയ്തോ അല്ലെങ്കിൽ അസാധു ആവുകയല്ല ചെയ്തു. ഈ ജില്ലയിൽ പല സ്ഥലത്തും ആളുകൾ വോട്ട് മാറ്റി ചെയ്തിട്ടുണ്ട്.
അസ്വാദുവായിട്ടുണ്ട്. BJP ഈ സ്ഥാനാർത്ഥികൾ വോട്ട് അസ്വാദുവായി ചെയ്ത് CPM-നെ പഞ്ചായത്തിൽ കിട്ടി. അതിലൊന്നും ഞങ്ങൾ ആരോപണം പക്ഷേ അനിലക്കര ഈ വൈസ് ഇത് വളരെ പ്രസിഡന്റ് കൃത്യമായി ഷാനവാസ് രണ്ട് മൂന്ന് LDF-ലെ ഒരു സ്ഥാനാർത്ഥിയുടെ തന്നെ LDF-ലെ ഒരു വാർഡ് മെമ്പറുടെ തന്നെ വോട്ട് അസാധുവായിട്ടില്ലേ? അങ്ങനെ കണക്കാക്കാൻ സാധിക്കില്ലേ എന്നുള്ളതാണ് KV അബ്ദുൽ ഖാദർ ചോദിച്ചത്. അതാ ഞാൻ പറഞ്ഞ ഞാനതാണ് പറഞ്ഞത്. വോട്ട് അസ്വാദുവായിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും LDF UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് മാറ്റി ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ കൃത്യമാണ്. ഇവിടെ LDF-ന്റെ സ്ഥാനാർത്ഥി LDF-ന്റെ ഒരു വോട്ട് അസാധുവായാണ് ചെയ്തത്. ഇവിടെ അതല്ല. ഇവിടെ വളരെ കൃത്യമായും ഷാനവാസിന്റെ പേര് പിന്തുണയ്ക്കാൻ പറഞ്ഞ ആൾ പോയി നബീസ എന്ന് പറയുന്ന LDF സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുകയാണ് ചെയ്തത്, അസാധുവാക്കുകയല്ല ചെയ്തതാണ് ഞാൻ കൃത്യമായി പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെറിയ കൺഫ്യൂഷൻസ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ലീഗുമായി ബന്ധപ്പെടുകയും അത് വളരെ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. ഇവിടെ ഞാൻ ഇതൊരു നാടകം ഉണ്ടാക്കാൻ വേണ്ടി വന്ന ഒരാളല്ല. എൻ്റെ കയ്യിൽ ഡോക്യുമെൻ്റുകൾ ഇരിക്കുന്നുണ്ട്. ഞാൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചുമതല എനിക്കായിരുന്നു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചുമതല എനിക്കായിരുന്നു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ചുമതല എനിക്കായിരുന്നു. അതിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ഞങ്ങൾ ജയിക്കുകയുണ്ടായി. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇതേപോലെ ഒപ്പത്തിനൊപ്പം വന്നു, നറുക്കെടുത്തപ്പോൾ LDF-ന് ലഭിച്ചു. ഇതും അതേ രീതിയിൽ വരേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ ലീഗ് സ്വതന്ത്രൻ വോട്ട് മാറിയപ്പോൾ അങ്ങനെ പോയതാണ്. അല്ലാതെ ഇത് അസാധുവാണ് എന്ന രീതിയിൽ നിങ്ങൾ ആരും പറയരുത്. അത് ആരും കയറി എൻഡോസ് ചെയ്യരുത്. ഇത് വോട്ട് മാറ്റി ചെയ്യുക തന്നെയാണ് ചെയ്തത്. വിപ്പ് ലംഘിച്ചാണ് വോട്ട് ചെയ്തത്. അപ്പോൾ അത് ഒരു കാര്യം. രണ്ടാമത്, ഇതിനകത്ത് വരുന്ന ഈ കോൺട്രവേഴ്സി, ഇത് 27-ാം തീയതി നടന്ന സംഭവമാണ്. 27-ാം തീയതി നടന്ന സംഭവം 28-ാം തീയതി 29-ാം തീയതിയോ ഷാനവാസ് തന്നെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വളരെ കൃത്യമായും അന്ന് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുത്തതിന് ശേഷം ഞാൻ ഈ വടക്കാഞ്ചേരി ഉണ്ടായിരുന്ന ഒരു MLA ആണല്ലോ. എൻ്റെ അസംബ്ലിക്കകത്താണല്ലോ ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥാപനം ഇരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു. ഇത് കുന്നംകുളം എൻ്റെ ചുമതലയുടെ ഭാഗമായിട്ടാണ്. അല്ലാതെ അബ്ദുൽ ഖാദർ പറയുന്ന പോലെ ഞാൻ ഇത് വലിഞ്ഞു കയറി വന്ന് ഒരു മറ്റേ ആളായി വന്നതല്ല. എൻ്റെ ഉത്തരവാദിത്തമാണ്, ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അതുകൊണ്ടാണ് ഞാനത് നോക്കിയത്. അപ്പോൾ കുന്നംകുളം അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട എരുമപ്പെട്ടിയുടെ ഭാഗം ഇതിനകത്തുണ്ട്. വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലത്തിൽപ്പെട്ട തെക്കൻകരയുടെ ഭാഗം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ചേലക്കര അസംബ്ലി മണ്ഡലത്തിൻ്റെ വെള്ളത്തോർനകൾ ബ്ലോക്ക് എന്നുമായി ബന്ധപ്പെട്ട വിഷയം. ഇത് വളരെ കൃത്യമായും ഇതിൻ്റെ ഏരിയയിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. അപ്പോൾ ആ സമുദായത്തിൽപ്പെട്ടും ഉയർന്നു വരുന്ന ഷാനവാസ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ ഇവർക്ക് ഭയമാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. നിരവധി വിഷയങ്ങൾ ഷാനവാസിനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ താർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഷാനവാസ് അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി വന്നു കഴിഞ്ഞാൽ ചേലക്കരയിലെ ഈ വള്ളത്തോൾ നഗർ ബ്ലോക്കിൽ അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ലീഡ് ചെയ്യും. ഒരു തർക്ക കാര്യത്തിലില്ല. ഇതിപ്പോൾ കുറച്ചുകൂടി ഞങ്ങൾക്ക് എളുപ്പമായി. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ചേലക്കരയുടെ ഒരു ഭയം ഓർക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുന്നംകുളം അസംബ്ലി മണ്ഡലത്തിലെ കുന്നംകുളം മുനിസിപ്പാലിറ്റി ആർക്കും ഭൂരിപക്ഷമില്ല. കാട്ടാകാമ്പാൽ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പിടിച്ചെടുത്തു. പോർക്കുളം വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പിടിച്ചെടുത്തു. പിന്നെ ഞങ്ങളുടെ ചൊവ്വന്നൂർ ഞങ്ങളിൽ നിന്നും ഞങ്ങൾ അവരെ പക്ഷേ ഇപ്പോഴും ഒരു CPM നേതാവിന്റെ അതല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ എന്തെങ്കിലും ദൃശ്യങ്ങളോ നമുക്ക് നമ്മുടെ കയ്യിൽ അരുൺ ഞാൻ ഉത്തരവാദിത്തോടുകൂടി ഞാൻ പറയാം. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു. ഈ അജണ്ട ഈ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പിടിക്കുക എന്ന് തന്നെയാണ്. ഇത് 95-ൽ ഇതുപോലെ നറുക്കെടുപ്പിൽ UDF ലഭിച്ചതിന് ശേഷം നിരന്തരമായി CPM ജയിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒക്കറൻസ്, ഇതിൻ്റെ ഒരു ക്രൈമിൻ്റെ ഒക്കറൻസ്, ഇതിൻ്റെ ഗൂഢാലോചന എവിടെയാണ് നടക്കുന്നത്? ഇതിൻ്റെ ഗൂഢാലോചന നടക്കുന്നത് ഞാൻ കൃത്യമായി എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് ലഭിച്ചതാണ്. ഇത് വിജിലൻസ് അന്വേഷണം ശരിയായ രീതിയിൽ നടന്നു പോയാൽ ഇതിനകത്ത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുമ്പുണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനകത്ത് വളരെ ക്രിയലായി ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് വരും. വടക്കാഞ്ചേരി MLA-യുടെ സാന്നിധ്യവും വടക്കാഞ്ചേരി MLA-യുടെ ഇടപെടലും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും തെളിവുകളും ഇതിനകത്ത് കാണിക്കാൻ കഴിയില്ല. ഇതിനകത്ത് നമുക്ക് സാക്ഷികളെയാണ് ഇതിനകത്ത് ഉണ്ടാക്കാൻ കഴിയുക. അതുമായി ബന്ധപ്പെട്ട് പല ആളുകളുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പല ആളുകളും നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ബാബു എന്ന് പറയുന്ന CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ഫോൺ കോൾ ഞങ്ങളിപ്പോൾ മാധ്യമങ്ങൾ കൊടുത്തല്ലോ. അതെങ്ങനെയാണ് ബാബു ഈ പറയുന്ന ജാഫറിന് കൊടുത്ത ഫോൺ സന്ദേശം ഞങ്ങളുടെ കയ്യിൽ വരുന്നത്? ഇവിടെ വളരെ കൃത്യമായി ഈ വിഷയം കഴിഞ്ഞതിന് ശേഷം CPM പ്രവർത്തകർ CPI പ്രവർത്തകർ ഞങ്ങളുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരവൂർ എന്ന് പറയുന്ന പ്രദേശം നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണ പ്രദേശമല്ല. CPM-ന് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. പുരോഗമന ചിന്താഗതിക്കാർക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു മണി ഗാംബ്ലിങ്ങിന് കൂട്ടുനിൽക്കുന്ന പ്രദേശമല്ല. അവിടുത്തെ CPI-കാരാണെങ്കിലും CPM-കാരാണെങ്കിലും ഞങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ബാബുവിൻ്റെ ഫോൺ സന്ദേശം, ഈ പറയുന്ന ജാഫറിന് വിളിച്ച ഫോൺ സന്ദേശം, എങ്ങനെയാണ് നീ ജാഫറെ നീ ഭയക്കണ്ട എന്ന് പറഞ്ഞ ഫോൺ സന്ദേശം ഇന്ന് മാധ്യമങ്ങളിൽ വന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനകത്ത് ഒരു സംശയവും വേണ്ട. വരും നാളുകളിൽ ഞങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്ന ഉത്തരവാദിത്തങ്ങളുടെ ബോധമുള്ള വിഷയങ്ങളെ ഞാൻ ഏറ്റെടുക്കാറുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്. എന്താണ് ഈ 50 ലക്ഷത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞല്ലോ? ഇവിടെ കരുവന്നൂർ കേസിലെ പ്രതികൾ ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. ആ കരുവന്നൂർ കേസിലെ പ്രതിയെ
വെല്ലുവിളിച്ച് ഞാൻ അബ്ദുൽ ഖാദർ ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഞാൻ കളിയാക്കാറോ പുച്ഛിക്കാറോ ചെയ്തത് ഞാൻ നിശബ്ദനായി കേട്ട് നിൽക്കുകയാണ്. ഈ കരുവന്നൂർ കേസിലെ പ്രതിസ്ഥാനത്തുള്ള ഒരു വർഷത്തോളം ജയിലിൽ കിടന്ന ഒരാളെ വെല്ലുവിളിച്ച് നിങ്ങൾ വടക്കാഞ്ചേരിയിൽ സ്ഥാനാർത്ഥിയാക്കിയില്ലേ? ജനം അയാളെ പരാജയപ്പെടുത്തിയില്ലേ? അപ്പോൾ ആ കരുവന്നൂർ കേസിലെ പ്രതിസ്ഥാനത്തുള്ള MLA മാർ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇവിടെ DYFIയുടെ ബഹുമാനായ മുൻ ജില്ലാ സെക്രട്ടറി ഡീലേഴ്സ് എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ലല്ലോ. AC മൊയ്തീനെയും കണ്ണനെയും ഈ പറയുന്ന നേതാക്കന്മാരെയും ഒക്കെ ഡീലേഴ്സ് എന്ന് പറഞ്ഞത്, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഇടപാടുകൾ നടത്തുന്നു എന്ന് പറഞ്ഞത് നിങ്ങളുടെ DYFIയുടെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ ശരത് പ്രസാദാണ്. ഞങ്ങൾ പറഞ്ഞ ആരോപണമല്ല. തൃശ്ശൂർ ജില്ലയിൽ EP ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം പണവുമായി ബന്ധപ്പെട്ട ഡീലിംഗ് നടത്തുന്ന ഒരു പാർട്ടിയായി ഇത് മാറി. കേരളത്തിൽ മറ്റേതെങ്കിലും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ PMLA ആക്ടിൽ പ്രതിയായിട്ടുണ്ടോ? ഈ രാജ്യത്തെ ഏതെങ്കിലും CPM നേതാക്കന്മാർ PMLA ആക്ടിൽ പ്രതിയായിട്ടുണ്ടോ? കള്ളപ്പണം വെളുപ്പിക്കുന്ന കേസിൽ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ പ്രതിസ്ഥാനത്ത് ജാമ്യമെടുക്കാൻ നിൽക്കുന്ന ഒരു കാഴ്ച തൃശ്ശൂർ ജില്ലയിലുണ്ട്. ആ കരുവന്നൂരിലെ സംഘമാണ് ഈ പറയുന്ന വരവൂരിലെ ബ്ലോക്ക് പഞ്ചായത്ത്, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ കൂറുമാറ്റത്തിന് വേണ്ടിയുള്ള നടപടികൾ. ഇവർക്കൊന്ന് 50 ലക്ഷം രൂപയൊന്നും ഇവർക്ക് പുല്ല് വിലയാണ്. ഈ പറയുന്ന കരുവന്നൂർ സംഘം എത്ര കോടി രൂപയുടെ ഇടപാടാണ് നടത്തിയത്? 150 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ച കേസിലെ പ്രതികൾ, അവർക്ക് എന്ത് 50 ലക്ഷം രൂപ മൂക്കിൽ വരിക്കാനുള്ള പണമാണ് ഈ കരുവന്നൂർ സംഘത്തിനുള്ളത്. അപ്പോൾ ഇതൊന്നും ഞങ്ങളെ പറഞ്ഞ് പിന്നെ വേറെ വിഷയത്തിൽ അനിലക്കര ചേട്ടൻ അങ്ങനെ വന്നെടുത്ത് ചാടില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ആധികാരികമായി CPM ജില്ലാ സെക്രട്ടറിയെ വെല്ലുവിളിക്കുന്നു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ UDF കോൺഗ്രസ് കേസുമായി പോകുമ്പോൾ നിങ്ങളിത് സ്റ്റേക്കോ ഇത് തടുക്കാനോ വരരുത്. ഇവിടെ ലൈഫ് മിഷൻ കേസുണ്ടായല്ലോ, ഹൈക്കോടതിയിൽ നിങ്ങൾ ആ കേസിന് സ്റ്റേ പെറ്റീഷൻ പോയില്ലേ? സുപ്രീം കോടതി നിങ്ങൾ സ്റ്റേ പെറ്റീഷന് പോയില്ലേ? എന്തിനാണ്? നിങ്ങൾക്ക് ഭയമുള്ളതുകൊണ്ടാണ്. ഞങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നിങ്ങൾ ഇതിന് ഒബ്ജക്ട് ചെയ്യാൻ വരരുത്. നിങ്ങൾ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യണം, നട്ടെല്ലുണ്ടെങ്കിൽ. അതാണ് എൻ്റെ അഭിപ്രായം. അതാണ് വെല്ലുവിളി അനിലക്കരയുടേത്. അത് ex-MLA കൂടിയായ അബ്ദുൽ ഖാദർ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ്. അതിനു മുൻപ് അബ്ദുൽ ഖാദർ, നമുക്ക് ഈ ശബ്ദരേഖ കൂടി ഒന്ന് കേൾക്കാം. നേരത്തെ അനിലക്കര പറഞ്ഞ ബാബു എന്ന CPMന്റെ നേതാവ് ഈ ജാഫറിനെ വിളിച്ച് സംസാരിക്കുന്ന ഒരു ശബ്ദരേഖ കൂടിയുണ്ട്. അതുകൂടി ഒന്ന് കേൾക്കാം. എന്താ പറയുക, നീ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കണത്. അവരെന്തൊരു പ്രതിഷേധം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടു, വേറെ ഒന്നും കേട്ടില്ല. പിന്നെ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നമുക്കറിയില്ല. അപ്പോൾ ഒന്ന് വിളിച്ച് വിവരം തരാം കേട്ടോ. എന്തിനാണ് CPMന്റെ ഒരു നേതാവ് UDFന്റെ പ്രത്യേകിച്ച് ലീഗ് സ്വതന്ത്രനായി ജയിച്ച ജാഫറിനെ വിളിച്ച് ഇത്തരമൊരു സംരക്ഷണം കൊടുക്കുന്നത്, ഇത്തരമൊരു സംരക്ഷണത്തിൻ്റെ വാഗ്ദാനം കൊടുക്കുന്നത്, എന്നെ വിളിച്ചോളൂ എന്ന് പറയുന്നത്? ഇതൊക്കെ സംശയം കൂട്ടുകയല്ലേ ചെയ്യുന്നത് ശ്രീ അബ്ദുൽ ഖാദർ? മാത്രമല്ല, എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി എന്നുള്ളതാണ് അനിലക്കര പറയുന്നത്. കരുവന്നൂർ നിൽക്കുന്ന സ്ഥലം ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫ്ളാറ്റ് സമുച്ചയം വിവാദത്തിലായ ഇടം, ഈ ഇടത്ത് രാഷ്ട്രീയമായി ജയിക്കുക എന്നത് ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി 3 നിയമസഭാ മണ്ഡലങ്ങളിലെ വിജയസാധ്യതയെ നിർണ്ണയിക്കുന്നതാണ്. അതറിയാമായിരുന്ന CPM 50 ലക്ഷം രൂപ വളരെ കൃത്യമായി നേരത്തെ പറഞ്ഞതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിൽ, MLAയുടെ സാന്നിധ്യത്തിൽ കൈമാറി എന്നുള്ളതാണ് അനിലക്കരയുടെ ആരോപണം. എൻ്റെ കയ്യിൽ രേഖയുണ്ട് എന്ന് പറഞ്ഞ ആളിപ്പോൾ ഇതാ കൈരേഖ എന്ന് പറഞ്ഞ പോലെ ആയില്ലേ? എന്ത് രേഖ അദ്ദേഹം ഇവിടെ സമർപ്പിച്ചത്? എന്ത് രേഖ ഇവിടെ പറഞ്ഞത്? എന്ത് തെളിവാ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചു, അത് ശരിയാ. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഈ സാധാരണ ഒരു പ്രയോഗമുണ്ട്, മലർന്നു കിടന്ന് തുപ്പരുത് എന്നൊരു നാടൻ പ്രയോഗമുണ്ട്. PMLA കേസിൽ പ്രതിയായത്, കേന്ദ്ര അന്വേഷണ ഏജൻസി പ്രതിയാക്കിയത്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാക്കളെ പ്രതിയാക്കിയത് അദ്ദേഹത്തിന് അറിയില്ലേ? ഞങ്ങളെ പ്രതിയാക്കിയാൽ അത് തെറ്റ്, മറ്റുള്ളവരെ പ്രതിയാക്കിയാൽ ഞങ്ങളതിനെ പിന്താങ്ങും. ശ്രീ അനിലക്കര, രാഷ്ട്രീയ പാപ്പരത്തം എന്ന് പറയുന്നത് മിതമായി പറഞ്ഞാൽ ജനങ്ങളെ ഇவ்விധത്തിൽ പറയാൻ പ്രേരിപ്പിക്കരുത് എന്നെനിക്ക് ആദ്യം പറയാനുള്ളൂ. രണ്ടാമത്തെ കാര്യം, എന്താണ് അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യം? അദ്ദേഹം കുന്നംകുളം, പിന്നെ വടക്കാഞ്ചേരി, ചേലക്കര മണ്ഡലങ്ങളിലെ അത്ഭുതങ്ങൾ കാട്ടും കോൺഗ്രസ് എന്നാണ്. ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ 3 നിയമസഭാ മണ്ഡലങ്ങളിലും ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വ്യക്തമായ ആധിപത്യം LDF നേടിയിട്ടുള്ളതാണ്. അതിശക്തമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നേറാനുള്ള രാഷ്ട്രീയമായ അടിത്തറ ശ്രീ അനിലക്കര ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ വിരട്ടലൊന്നും വിലപ്പോവില്ല എന്ന് ഞാൻ താങ്കളോട് പറയാണ്. മറ്റൊരു കാര്യം, എന്താ അദ്ദേഹം പറയുന്നത്? ഇവിടെ കരുവന്നൂരിനെ കുറിച്ച് പറഞ്ഞു. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ താളത്തിന് തുള്ളി EDയുടെയും ITയുടെയും പുറകിൽ നടന്ന് ചിഞ്ചിലം കൂട്ടിയിരുന്ന അനിലക്കര, താങ്കൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള വല്ല ധാരണയുണ്ടെങ്കിൽ ഇത്തരത്തിൽ സംസാരിക്കുമോ? താങ്കളുടെ പാർട്ടിയുടെ നേതാക്കളെ ഉൾപ്പെടെ ED കള്ളക്കേസിൽ പെടുത്തിയില്ലേ?
കരുവന്നൂർ കേസിൽ ഞങ്ങൾക്ക് വളരെ കൃത്യമായ നിലപാടാണുള്ളത്. ആ കേസ് കോടതിയിലാണല്ലോ. നിങ്ങളിവിടെ ആക്ഷേപിച്ച തരത്തിൽ ഞങ്ങൾക്കെതിരായി കെട്ടിച്ചമച്ച കേസുകളെ നിയമപരമായി ഞങ്ങൾ നേരിടുകയാണ്. അല്ലാതെ ആരുടെയും മുന്നിൽ ഞങ്ങൾ പോയിട്ട് മുട്ടുമടക്കിയിട്ടില്ല. ഇഡിയും കേന്ദ്ര പോലീസ് ഏജൻസികളും കേസന്വേഷണം നടത്തുമ്പോൾ അതിന് BJPയുടെ മുന്നിൽ ഹലേലൂയ പാടുന്ന ശശി തരൂർമാരല്ല CPIMലുള്ളത് എന്നെങ്കിലും താങ്കൾ മനസ്സിലാക്കണം. അതെങ്കിലും മനസ്സിലാക്കാനുള്ളൊരു രാഷ്ട്രീയ വകതിരിവ് അനിൽ അക്കരെ പോലുള്ളവർ കാണിക്കണം. അതുകൊണ്ട് ഇമ്മട്ടിലുള്ള വരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ടാന്ന് ഞാൻ അനിലിനോട് പറയാണ്. ഈ തൃശ്ശൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ ഞങ്ങളിപ്പോൾ കൃത്യമായിട്ട് പറയാം. ഒരു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ എന്താ ഇവിടെ UDFനകത്തുണ്ടായ കുഴപ്പം ഞങ്ങളുടെ പേടി വെക്കണമെന്നില്ലാന്നേ. നിങ്ങളുടെ മുന്നണിയിലെ പാർട്ടിയിലെ ഒരു അംഗം തെറ്റി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയത്തിനകത്തുള്ള പ്രശ്നം നിങ്ങൾ പരിശോധിക്കുക. അത് ഞങ്ങളുടെ മെക്കെട്ട് കയറുന്ന എന്തിനാ? CPIMന് ഇക്കാര്യത്തിൽ തുറന്ന നിലപാടാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് CPM നേതാവ് ബാബു ജാഫറിനെ വിളിച്ച് സംരക്ഷണം കൊടുക്കാമെന്ന മട്ടിൽ സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് അല്ല, ഞാൻ പറയാം, രാഷ്ട്രീയമായിട്ട് ഇപ്പോ കോൺഗ്രസിലോ പിന്നെ ഇപ്പൊ CPM വിരുദ്ധ നിലപാടെടുക്കുന്ന ആളുകളെ ഇവർ സപ്പോർട്ട് ചെയ്യാറില്ലേ? ഇവർ ചെയ്യാറില്ലേ? അത്ര നിഷ്കളങ്കമാണോ KV അബ്ദുൽ ഖാദർ? ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ഒരു സംശയത്തിന്റെ പുകപടലം ഉണ്ടാവുന്നത്. എങ്കിൽ പിന്നെ നിങ്ങൾ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അനിലക്കര പറയുന്നത് പോലെ സ്റ്റേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്? ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒരു സ്റ്റേക്കും പോകുന്നില്ല. അന്വേഷണം നടക്കട്ടെ. അന്വേഷണ പിപ്പിടി കൊണ്ടൊന്നും യാഥാർത്ഥ്യത്തെ ഇല്ലാതാക്കാനാവില്ല. ഞങ്ങളൊരു സ്റ്റേക്കും പോകുന്നില്ല. ഒരു സംശയ കാര്യത്തിലില്ല. മറ്റൊരു കാര്യം, അദ്ദേഹം വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പറഞ്ഞു. പാവപ്പെട്ട എത്രയോ മനുഷ്യരുടെ ഭവനം എന്ന സ്വപ്നം തകർത്ത് അത് പിന്നെ കേസിൽ പോയി മുടക്കി. അതാണോ ഇത്? യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ വീണ്ടും വെല്ലുവിളിക്കുകയാണ്. ഈ വടക്കാഞ്ചേരിയിലെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ള നിങ്ങളുടെ മുന്നണിയിലെ ഒരാള് മാറി വോട്ട് ചെയ്തു, ശരി, അയാൾ എന്താ നിലപാട് സ്വീകരിച്ചത്? അയാൾ പരസ്യമായിട്ട് എന്താ പറഞ്ഞത്? ഇവിടെ പറഞ്ഞ ആരോപണങ്ങളൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല. എന്നിട്ട് നിങ്ങൾ പറയാണ് ഇങ്ങനെ. ഇതിലെന്ത് യാഥാർത്ഥ്യമുള്ളത്? അപ്പോഴും ജോർജ് പൊടിപ്പാറയൊക്കെ ചോദിച്ച പോലെ ശരി, പ്രസിഡന്റിന്റെ കാര്യത്തിൽ മാറി വോട്ട് ചെയ്തു, വൈസ് പ്രസിഡന്റിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് അയാൾ എത്തിയില്ല? അത് ഞാനാണോ മറുപടി പറയേണ്ടത്? എന്താരും അയാൾ വരാതിരുന്നതിനെ കുറിച്ച് അവരുടെ മുന്നണിയിൽ ചർച്ച ചെയ്യട്ടെന്നേ. ഞാൻ പറഞ്ഞല്ലോ, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ പക്ഷത്ത് നിന്ന് ഒരു അബദ്ധം സംഭവിച്ചു. ഞങ്ങളുടെ മെമ്പർ അയാളുടെ വോട്ട് അസാധുവായി. ഭാഗ്യത്തിനാണ് ടോസ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത്. അവിടുന്ന് ഒരാൾ വരാതായിട്ടും. എനിക്ക് ഈ വാദത്തിന് മറുപടി വേണം. ഇത് കുറച്ചുകൂടി വിശ്വാസയോഗ്യമായ ഒരു പ്രതികരണമല്ലേ? ഇപ്പൊ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ CPMന്റെ തന്നെ ഒരു വോട്ട് അസാധുവായി. വേണമെങ്കിൽ CPMനെ ആരോപിക്കാമല്ലോ, കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് കോഴപ്പണം വാങ്ങിയാണ് ആ വോട്ട് അസാധുവാക്കിയത്. അങ്ങനെ ഒരു ആരോപണം CPM ഉന്നയിക്കാത്തത് ആ അസാധുവാക്കിയ ആ സ്ഥാനാർത്ഥിയിലുള്ള ആ വാർഡ് മെമ്പറിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ബോധ്യവും വിശ്വാസവും കൊണ്ടല്ലേ? നിങ്ങളുടെ മുന്നണിയിലെ ഒരു ലീഗ് സ്വതന്ത്രനായി ജയിച്ചയാൾക്ക് UDFന്റെ ഘടകകക്ഷിയായ ലീഗിന്റെ സ്വതന്ത്രനായി ജനിച്ചയാളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതിന് CPMനെ എന്തിനു പഴിക്കണം? ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞു. ഇതിനകത്ത് ആദ്യം അബ്ദുൽ ഖാദർ വീണ്ടും തെറ്റിദ്ധരിക്കാനുള്ള കാര്യങ്ങൾ പറയാം. രണ്ട് വിഷയത്തിൽ പെട്ടെന്ന് മറുപടി പറയാം. ഞാൻ ഒരു ചെറിയ ഇടവേള വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങയിലേക്ക് തന്നെ മടങ്ങി വരാം. അല്ലെങ്കിൽ നമ്മൾ എക്സീഡ് ചെയ്ത് പോകും. ആ ഇടവേളയ്ക്ക് ശേഷം ഞാൻ അങ്ങയിലേക്ക് തന്നെ തിരിച്ചു വരാം. അങ്ങനൊരു മറുപടി പറഞ്ഞു. ആയിക്കോട്ടെ, എനിക്ക് തിരക്കില്ല. അനിലക്കര, അങ്ങേക്ക് 2 മിനിറ്റ് സമയമുണ്ട്, മറുപടി പറയാം. അല്ല, ഇതിനകത്ത് വളരെ പെട്ടെന്ന് പറയാം. ഇതിനകത്ത് കരുവന്നൂർ വിഷയവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ED വന്നത്? ED വന്നത് ഇവിടെ ഈ പിണറായി വിജയന്റെ പോലീസ് FIRന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ കരുവന്നൂരിൽ വേറെ ഏജൻസിക്ക് വരാൻ കഴിയില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ഇട്ടത് CPM ഗവൺമെന്റ് അല്ല, BJP ഗവൺമെന്റുകളാണ് FIR ഇട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ED വന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധിക്കെതിരെയും ഉള്ള കേസ് തള്ളിപ്പോയത് FIR ഇടാതെ കൊണ്ട് പിന്നെ ED കേസ് കൊടുത്തുകൊണ്ടാണ്. ഇതിന്റെ ബാലപാഠം അറിയാതെ അബ്ദുൽ ഖാദറിനെ പോലെ ഒരു ജില്ലാ സെക്രട്ടറി വന്ന ആളുകൾ തെറ്റിദ്ധരിപ്പിക്കരുത്.
അതൊന്ന്. പിന്നെ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട് ഞാനൊരു സ്ഥലത്തും ഈ വീടിൻ്റെ നിർമ്മാണം മുടക്കാൻ വേണ്ടി കേസ് കൊടുത്തിട്ടില്ല. പൊതു താല്പര്യ ഹർജി എൻ്റെ പൊതു താല്പര്യ ഹർജി 2021 കൊടുത്തത് വീട് പണിയാൻ വേണ്ടിയുള്ള ഹർജിയാണ് നിൽക്കുന്നത്. അതിൽ ഗവൺമെൻറ് അനുകൂലമായി വരാത്തതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് വരാതിരിക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായും ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ വിജിലൻസിന് മൊഴി കൊടുക്കും. ഈ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഞാനിത് കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം ആവശ്യപ്പെടും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ പറയുന്ന ഈ ജാഫറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ മന്ത്രിയുടെ ആളുകൾ ഇദ്ദേഹത്തെ സംസാരിക്കാൻ പോയി ചെന്നതുമായി ബന്ധപ്പെട്ട അവരുടെ രണ്ടാളുടെയും പിന്നെ ടെലിഫോണുമായി ബന്ധപ്പെട്ട ലൊക്കേഷനുകൾ, സംസാരിച്ചതുമായി ബന്ധപ്പെട്ട നമ്പറുകൾ, വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകൾ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്ത് ലാൽ അദ്ദേഹത്തിൻ്റെ സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഇടപെടലുകൾ, ഇതെല്ലാം കൃത്യമായി രേഖപ്രകാരം ഞാൻ ഇതെല്ലാം കൃത്യമായി വിജിലൻസ് കോടതിയിൽ എൻ്റെ പെറ്റീഷനായി ഞാൻ സ്പെഷ്യൽ ഹർജിയായി ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടും. ഞാൻ എന്താ പൊട്ടനാണോ? പിണറായി വിജയന്റെ വിജിലൻസിന് മുന്നിൽ കൊണ്ടുപോയി ഞാൻ ഈ കേസ് കൊടുക്കാൻ? ഇവിടെ ലൈഫ് മിഷൻ കേസുമായി CPM സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതെ CPM സ്വാഗതം ചെയ്യാലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ പിണറായി വിജയന്റെ പോലീസിന്റെ കയ്യിൽ ഞാൻ അത് കൊണ്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ ഈ കേസിന്റെ FIR വരുമ്പോൾ ആ FIR ഇവർ ഇടാതിരിക്കുന്ന സാഹചര്യം വരുമ്പോൾ സ്പെഷ്യൽ പെറ്റീഷനായി ഞാൻ എൻ്റെ പെറ്റീഷൻ കൊടുക്കും. ആ പെറ്റീഷൻ എടുത്ത് തെളിവുകൾ ഹാജരാക്കും. ലൈഫ് മിഷൻ കേസിൽ ഇവർ വിജിലൻസ് കേസ് എടുത്തില്ലേ? ആ കേസ് എന്തായി? ആ കേസ് ഒരു സ്ഥലത്ത് എത്തിയില്ലല്ലോ. അതിൻ്റെ പല DYSPമാരും വളണ്ടറി റിട്ടയർമെൻറ്റ് വാങ്ങി പേടിച്ച് വീട്ടിലിരിക്കുകയാണ്. പല ആൾക്കും അസുഖം വന്നു. അപ്പോൾ ഇത് വളരെ കൃത്യമാണ്. ഞാൻ അരുൺകുമാർ ഞാൻ വളരെ കൃത്യമായി രാവിലെ പറഞ്ഞല്ലോ, അനിൽ അക്കരെ ഒരു പെറ്റീഷൻ കൊടുക്കുന്നത് വെള്ളത്തിൽ ആണിയടിക്കാനല്ല. ഞാൻ കൊടുത്ത പെറ്റീഷന്റെ ഭാഗമായി പല ആളുകളും ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷേ കൊടുത്തിരിക്കുന്ന പരാതി നിങ്ങളുടെ തന്നെ മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് എതിരെയാണ്. അയാളെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലോ. ഞങ്ങൾ ലീഗുമായി സംസാരിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ഇന്ന് പത്രസമ്മേളനം നടത്തിയില്ല. അയാൾ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല. അയാൾ CPMന്റെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവിന് വോട്ട് ചെയ്ത ആളാണ്. പിന്നെ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമാവുന്നത് ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല. ലീഗുമായി വളരെ കൃത്യമായി ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ലീഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായ സമരങ്ങൾ UDFന്റെ ഭാഗമായി ഈ ബ്ലോക്ക് പഞ്ചായത്ത് ജോർജ് മുടിപ്പാറ ഇതിന്റെ രാഷ്ട്രീയ കാരണം എന്താണ് എന്നുള്ളത് അനിലക്കര വിശദീകരിക്കാൻ ശ്രമിച്ചു. എന്തുകൊണ്ടാണ് 50 ലക്ഷം രൂപ ചെലവാക്കി ഇങ്ങനെയൊരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം പിടിക്കേണ്ടതിന്റെ CPMന്റെ രാഷ്ട്രീയ ആവശ്യകത എന്നാണ് അനിലക്കര വിശദീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അപ്പോഴും ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം AV അബ്ദുൽ ഖാദർ ചോദിക്കുന്നത് പോലെ എന്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സ്വതന്ത്രനായി ജയിച്ച ഒരു സ്ഥാനാർത്ഥി പ്രസിഡന്റിന് വോട്ട് ചെയ്തു? എന്തുകൊണ്ട് അയാൾ വരാതിരുന്നു? ഇതിനൊക്കെ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം CPMന് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതൊരു രാഷ്ട്രീയ ചോദ്യമല്ലേ? ഒരു മിനിറ്റ് അരുൺ, അതിനകത്ത് അയാൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ രാഷ്ട്രീയം നിർത്തുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതേ രാഷ്ട്രീയം നിർത്തി, രാജിവെച്ച് രാഷ്ട്രീയം നിർത്തി പോയിരിക്കുന്നത്. വിജയിക്കുന്ന സമയത്തും മത്സരിക്കുന്ന സമയത്ത്, ജയിക്കുന്ന സമയത്ത്, സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹം UDFന്റെ ഘടകകക്ഷിയായ ലീഗിന്റെ സ്വതന്ത്ര MLA ആണ്. നിങ്ങളുടെ പാർലമെന്ററി പാർട്ടിയിൽ ഷാനവാസിന് വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിയ ആളാണ്. ആ ഘട്ടത്തിലൊക്കെ അദ്ദേഹം UDFന്റെ ഭാഗമാണ്. അതൊക്കെ സമ്മതിച്ചല്ലോ. അതിനാണ് ചീറ്റിംഗ് എന്ന് പറയുന്നത്. രാഷ്ട്രീയ വൈരുദ്ധ്യമാണ്. താങ്കൾ പറഞ്ഞതുപോലെ നമ്മുടെ തെളിവായിട്ടൊരു കണികയെങ്കിലും ഈ പറഞ്ഞ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ ശരിയാണ്. ജാഫർ പറഞ്ഞതുപോലെയുള്ള സാഹചര്യങ്ങളെല്ലാം സംഭവിച്ചു. ടിസ്റ്റു നടന്നു. ഈ പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞു, പക്ഷെ അത് തെളിവില്ല. ഷാനവാസിന് ജയിക്കാനുള്ള സാധ്യതയെ കുറിച്ച് പറഞ്ഞു, അത് സംഭവിച്ചു. അയാൾ രാഷ്ട്രീയം നിർത്തി, ലൈഫ് സെറ്റിൽ ചെയ്തു. സെറ്റിലായോ എന്നറിയില്ല. അദ്ദേഹം രാഷ്ട്രീയം നിർത്തി രാജിവെച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇതൊക്കെ സംശയം ജനിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ്, അക്കാര്യത്തിലൊരു സംശയമില്ല. പക്ഷേ പണം കൊടുത്തതാര്, എവിടെ വെച്ച്, എങ്ങനെ, ഇത്തരം കാര്യങ്ങൾക്കൊന്നും നമ്മുടെ മുന്നിൽ ഒരു തെളിവുമില്ല. ഒരു ശബ്ദ സംഭാഷണവും നമ്മുടെ മുന്നിലില്ല. ആകെയുള്ളത് കെ ബാബുവിന്റെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയണം. അത് സ്വാഭാവികമായും പാർട്ടി മാറുന്നയാൾക്കോ തെറ്റുപറ്റുന്ന ആളുകൾക്കോ മറുപക്ഷത്ത് നിന്നൊരു രാഷ്ട്രീയ അഭയമുണ്ടാവും. അത് സ്വാഭാവികമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. അതിന് മുൻപ് എനിക്ക് ജോർജ് മുടിപ്പാറ ഇതിനെ എങ്ങനെയാണ് വിശദീകരിക്കാൻ ശ്രമിക്കുക? CPMനെ ചോദ്യമുനയിൽ നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴും CPMനെ ഒറ്റ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൂടെ? അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ മുന്നണിയിലുള്ള ഒരാൾ കാണിച്ച അബദ്ധത്തിന് ഞങ്ങൾ എന്തിനു മറുപടി പറയണം? ഡോക്ടർ അരുൺ, അത്ര ലാഘവത്തിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. താങ്കൾ തന്നെ വളരെ കൃത്യമായി സംശയിക്കാനുള്ള സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒന്ന്, ഈ മുസ്തഫയായിട്ട് ഈ ജാഫർ നടത്തിയ സംഭാഷണം. അതിൽ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് കാര്യം, എനിക്ക് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട് എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും ആ സംഭാഷണത്തിൽ വ്യക്തമാണ്.
അതിനുശേഷം ബാബുവിന്റെ ഈ പറയുന്ന മണ്ഡലം അതായത് ലോക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ബാബു കൊടുക്കുന്ന ഓഫർ, അങ്ങനെ ഒരു ഓഫർ ചുമ്മാ കൊടുക്കില്ലല്ലോ. അതായത് താങ്കൾ തന്നെ കൃത്യമായി ചോദിച്ചല്ലോ, ബാബുവിന് ഇപ്പോ ഈ ജാഫറിന് സംരക്ഷണം കൊടുക്കേണ്ട ആവശ്യം എന്താ? അപ്പൊ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ ജില്ലാ സെക്രട്ടറി, അദ്ദേഹം എന്റെ നല്ല സുഹൃത്താണ്, കെ അബ്ദുൽ ഖാദർ, ഒരു ജെന്റിൽമാൻ പൊളിറ്റീഷ്യൻ ആണെന്ന് കരുതുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷെ അദ്ദേഹത്തിന് അത്ര ലാഘവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. സംശയങ്ങൾ, ചൂണ്ടുവിരലുകൾ പാർട്ടിയുടെ നേരെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് അനിൽ അക്കര എന്ന് പറയുന്ന ആള് കുറെ കാലമായിട്ട് ഈ പറയുന്ന CPM-ന്റെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ തലവേദനയാണ്. അവരെ എപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ വിഷമവൃത്തത്തിൽ വല്ലാതെ അകപ്പെടുത്തുന്ന, ലൈഫ് മിഷൻ കേസിലായാലും മറ്റു പല സംഭവങ്ങളിലായാലും അനിൽ അക്കര എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു ടാർഗറ്റാണ്. അപ്പൊ അദ്ദേഹം ഈ പറയുന്ന വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് ഈ പറഞ്ഞ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ അദ്ദേഹത്തിന്റെ ഒരു നോമിനി അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇതിന് ഈ മാർഗം അവലംബിക്കുമോ എന്ന സംശയം എന്റെ ഉള്ളിലുണ്ട്. എങ്കിൽ പോലും CPM വേറെ ഏത് നേതാവ് ഷൈൻ ചെയ്താലും CPM അത്രത്തോളം അലവസരപ്പെടില്ല. മറിച്ച് അനിൽ അക്കര ഇങ്ങനെ ഷൈൻ ചെയ്യുന്നത് ഒരു കാരണവശാലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. അതൊരു വസ്തുതയാണ്. തൃശ്ശൂരിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകാവുന്ന കാര്യമാണ്, ഇതിനകം വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അബ്ദുൽ ഖാദർ എന്തൊക്കെ പറഞ്ഞാലും ചില സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറയുന്ന ജാഫർ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ അറിയാതെ പറ്റിപ്പോയെന്നല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം വോട്ട് മാറ്റി കുത്തിയതാണ്. അത് UDF അധികാരത്തിൽ വരരുത്, ഒരു വോട്ടെടുപ്പിലേക്ക് പോകരുത്, ടോസിംഗിലേക്ക് പോകരുതെന്ന് അദ്ദേഹം കൃത്യമായി ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വോട്ട് മാറി ചെയ്തത്, അല്ലാതെ അബദ്ധമൊന്നുമല്ല. അങ്ങനെ അതിനുശേഷം സുബദ്ധമാക്കാൻ അല്ലെങ്കിൽ ഒരു തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വരാതെ ഇരിക്കുക കൂടി ചെയ്തപ്പോൾ ഇത് കുറെ കൂടി ശക്തിപ്പെടുകയാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണ്. അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തിന് പ്രേരകമായ ഘടകം എന്താണ്? അന്വേഷണം നടക്കട്ടെ. മുസ്തഫയുണ്ട്. മുസ്തഫ എന്തോ കൈ ഉയർത്തി, താങ്കൾ പ്രതികരിക്കാൻ. ഇതിലേ എന്താന്ന് വെച്ചോ, അതായത് ഈ അബ്ദുൽ ഖാദർ ജില്ലാ സെക്രട്ടറി പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്, കാരണം ഞങ്ങളുടെ ക്യാമ്പിൽ VD സതീശൻ സാറ് ഒരു കാര്യം പറയലുണ്ടായി. കാരണം CPM-നെ തോൽപ്പിക്കാം, പക്ഷെ അവരെ തോറ്റത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് പാട് എന്ന് പറഞ്ഞതുപോലെ ഇത് നബീസാക്ക് വോട്ട് ചെയ്തിട്ട് അവ ഇറങ്ങിപ്പോയിട്ട് ഇപ്പോൾ പറയാണ് ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അത് അസാധുവാണ്. എന്താണ് ഇതൊക്കെ പറയുന്നത്? എന്താണ് ഇതിനൊക്കെ മറുപടി പറയുക? പിന്നെ ആളൊരു വെല്ലുവിളി പറഞ്ഞു അവിടെ വന്നിട്ട്, അതായത് കോൺഗ്രസിന് ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. ആ വെല്ലുവിളി വരവൂരുള്ള ജനങ്ങളും അതുപോലെ തന്നെ വടക്കാഞ്ചേരി ബ്ലോക്കിലെ ജനങ്ങളും അത് ഏറ്റെടുക്കും. അത് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ധൈര്യമുണ്ടെങ്കിൽ നബീസ് ഒന്ന് രാജിവെച്ചിട്ട് ഒന്ന് തെരഞ്ഞെടുപ്പിന് ഇറങ്ങട്ടെ, എന്നിട്ട് നല്ല രീതിയിൽ അവിടെ ഇരിക്കുക 5 വർഷം. പിന്നെ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. കാരണം 6 മെമ്പർമാർ ഷാനവാസിനെ പോലുള്ള, അതുപോലെ തന്നെ പ്രേമേട്ടനെ പോലുള്ള, അതുപോലെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള 6 മെമ്പർമാർ അവിടെ ഉണ്ട്. വലിയ സുഖം ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം 2 മെമ്പറായിരുന്നു. വലിയ സുഖം ഒരു മിനിറ്റ് സമയം അങ്ങേക്ക് ഈ ചോദ്യത്തിനും കൂടിയുള്ള മറുപടി നൽകണം. ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ സംഭവിച്ചത് നമ്മൾ കണ്ടു. പക്ഷേ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ CPM-ന്റെ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗം PN രാമചന്ദ്രനെ നിങ്ങൾ പുറത്താക്കിയത് UDF-ന് അയാൾ വോട്ട് മറിച്ചു കൊടുത്തത് കൊണ്ടാണ്. അത് നിങ്ങൾ അട്ടിമറി എന്ന് കരുതുന്നു. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയാളെ അയോഗ്യനാക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നു. അപ്പൊ ചേലക്കരയിൽ രാമചന്ദ്രൻ ചെയ്തത് ഒരു അട്ടിമറിയാണെങ്കിൽ ഇവിടെയും അതൊരു അട്ടിമറി സാധ്യതയല്ലേ? അല്ല, ഇതില് ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ പരസ്പരം പുകഴ്ത്തുകയും അനിൽ അക്കര ഞാൻ എന്തോ അത്ഭുതമാണ് എന്ന് സ്വയം വീമ്പിളൊക്കെ ചെയ്ത് കേട്ടു. അതിനുള്ള അവകാശം അവർക്കുണ്ട്. തൃശൂർ മേയർ തെരഞ്ഞെടുപ്പില് സ്വന്തം പാർട്ടിയുടെ കൗൺസിലർ എന്താ പറഞ്ഞത്? DCC പ്രസിഡന്റ് മേയർ സ്ഥാനത്തിന് കോഴ ആവശ്യപ്പെട്ടു. അഴിമതി വിരുദ്ധനായിട്ടുള്ള അനിൽ അക്കരെ ഒന്നും മിണ്ടിയില്ലല്ലോ. നിങ്ങളുടെ പാർട്ടിയുടെ കൗൺസിലർ അല്ലേ അത് പറഞ്ഞത്? അപ്പൊ ഇതൊക്കെ ഈ നാട്ടില് ഈ നേരത്തെ പറഞ്ഞ വീമ്പിളക്കലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ആവർത്തിച്ച് പറയുന്നു, ഈ വടക്കാഞ്ചേരി CPIM-നെതിരായിട്ട് ഉന്നയിക്കുന്ന പൊയ്വെടിയാണ്. യാതൊരു തരത്തിലും സാങ്കത്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജോർജ് പൊടിപ്പാറ എൻ്റെ സുഹൃത്താണ്. പക്ഷെ അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി സംസാരിച്ചാൽ അദ്ദേഹം പറഞ്ഞതിനെ എതിർക്കാതിരിക്കാൻ എനിക്കാവില്ലല്ലോ. ഏതെങ്കിലും തരത്തിൽ യാതൊരു തരത്തിലും CPIM-നെതിരായി വിരൽ ചൂണ്ടാൻ കഴിയാത്തൊരു കാര്യം
UDF-നകത്തെ അന്തചിത്രം കൊണ്ട് വോട്ട് മാറി ചെയ്തതിന് ഞങ്ങളുടെ മെക്കിട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല സാർ. ശരി. നിങ്ങളുടെ അതിൽ ഒരു പുല്ലുമില്ല, ഒരു തെളിവുമില്ല. ശരി. ഏത് നിയമ നടപടി സ്വീകരിച്ചാലും നേരിടും. ഓക്കെ, താങ്ക് യു. ആ കോൺഫിഡൻസ് ആണ് CPM-നുള്ളത്. എന്നാൽ തെളിവുകളുണ്ട് എന്ന് അനിലക്കര പറയുന്നു. തെളിവുകൾ വരട്ടെ, അന്വേഷണം നടക്കട്ടെ. നന്ദി ജോർജ് പൊടിപ്പാറ, നന്ദി അനിലക്കര, നന്ദി മുസ്തഫ, നന്ദി ശ്രീ KV അബ്ദുൽ ഖാദർ XMLA. Debate with Dr. Arun Kumar.